ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദില്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن تبدوا الصدقات فنعما هي وإن تخفوها وتؤتوها الفقراء فهو خير لكم ويكفر عنكم من سيئاتكم والله بما تعملون خبير. رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹപ്രകാരം മറ്റൊരു സൃഷ്ടികൾക്കും അള്ളാഹു കൊടുക്കാത്ത നിരവധി നിഅമത്തുകളുമായി റബ്ബിന്റെ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ റബ്ബ് നിശ്ചയിച്ച നിയന്ത്രണങ്ങൾക്കനുസരിച്ച് നല്ലൊരു മരണവും നല്ലൊരു മടക്കവും അള്ളാഹുവിന്റെ സ്വർഗവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നതും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് നമ്മളെക്കൊണ്ട് സാധ്യമാകുന്ന നിലക്കൊക്കെ പരസ്യമായി പല ഇബാദത്തുകളും പല ആരാധനാകർമ്മങ്ങളും നമ്മൾ നിർവഹിക്കാറുണ്ട്. പക്ഷെ ആ പരസ്യമായി നമ്മൾ നിർവഹിക്കുന്ന ആരാധനാ കർമ്മങ്ങളെക്കാൾ പലരുടെയും ജീവിതത്തിൽ രഹസ്യമായ ചില സ്വഭാവങ്ങളും രഹസ്യമായ പല കാര്യങ്ങളും ചിലർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ ചെയ്യുന്ന പല കാര്യങ്ങളും പരലോകത്തേക്ക് വേണ്ടിയിട്ടുള്ളതല്ല. നമ്മളിൽ പലരും ചെയ്യുന്ന രഹസ്യമായ പല സ്വഭാവങ്ങളും നമ്മളെ ജീവിതത്തിൽ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തുള്ള നമ്മളുടെ ആസ്വാദനത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തുള്ള പ്രശസ്തിക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ നാലാളുകൾക്കിടയിൽ മറ്റുള്ളവരെക്കാൾ ഞാനൊന്ന് ഉയരണം എന്ന ചിന്തകളോട് കൂടിയാണ് പല ആളുകളും രഹസ്യമായ ചില കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരും ചെയ്യുന്ന രഹസ്യമായ പല കാര്യങ്ങളും അവർക്ക് പരലോകത്ത് വലിയ സന്തോഷമുണ്ടാക്കിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പരസ്യമായ ചില നന്മകൾ, ഉദാഹരണമായി നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പുകളോ നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരങ്ങളോ, ഇതിന്റെയൊക്കെ പ്രതിഫലം നഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ രഹസ്യമായി ചെയ്യുന്ന ചെറിയ ചില തെറ്റുകൾ മതിയാകും.
അതുകൊണ്ടായിരുന്നു ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി, നിങ്ങൾ രഹസ്യമായി എന്തെങ്കിലും തിന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തിന്മകളെക്കാൾ നിങ്ങൾ രഹസ്യമായി നന്മകൾക്ക് പ്രാധാന്യം കൊടുക്കണം. മഹാനായ പ്രവാചക സ്വഹാബി സുബൈർ ബിനുൽ അവാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനിസ്തതാഅ മിൻകും അൻ യകൂന ലഹു ഖബീഉം മിൻ അമലി സ്വാലിഹിൻ ഫൽയഅമൽ. നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിന് മാത്രം അറിയുന്ന, റബ്ബിന് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന രഹസ്യകർമ്മങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫൽയഫ്അൽ, നിങ്ങളത് ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന രഹസ്യ തിന്മകളെക്കാൾ റബ്ബ് നമ്മളിൽ നിന്ന് കാത്തിരിക്കുന്നത് രഹസ്യ നന്മകൾക്ക് വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിലൂടെ ആ കാര്യം റബ്ബ് ഒന്നും കൂടി അടിവരയിട്ടിട്ട് പറഞ്ഞു, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്ന സ്ഥാനത്ത് വഇൻ തുഖ്ഫൂഹ, നിങ്ങളത് രഹസ്യമായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വതുഅതുഹൽ ഫുഖറാഅ, അത് കൊടുക്കുന്നതാവട്ടെ അർഹതപ്പെട്ട ദരിദ്രർക്കുമാണെങ്കിൽ ഫഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾക്കത് ഖൈറാണ്. ഈ ആയത്തിന്റെ നിർവചനത്തിലൂടെയും ലോകത്തുള്ള പ്രവാചക ചരിത്രത്തിലൂടെയും റബ്ബ് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത് രഹസ്യമായ നന്മകൾക്കാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. രഹസ്യമായ നന്മകളാണ് നിങ്ങൾക്ക് മനസ്സംതൃപ്തി ഉണ്ടാക്കുന്നത്. രഹസ്യമായ ഇബാദത്തുകളാണ് നിങ്ങളുടെ മനസ്സിൽ സമാധാനത്തിലേക്ക് എത്തിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, രാത്രിയുടെ 3-ാം യാമങ്ങളിൽ ആരുമറിയാതെ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുന്നവന്റെ മനസ്സംതൃപ്തി ഫർള് 5 നമസ്കാരം നിർവഹിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. അതാ സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുന്ന വ്യക്തികൾക്കറിയാം, നിശബ്ദമായ അന്തരീക്ഷത്തിൽ ആരും എന്നെ കാണാനില്ല എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി റബ്ബിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ആ നമസ്കാരം. അതോടൊപ്പം യാത്രകൾക്കിടയിൽ ആരും കേൾക്കാനില്ലെങ്കിലും തുറന്നു വെച്ചിരിക്കുന്ന തന്റെ കാറിലെ പാട്ടിനു പകരം അറിയാവുന്ന ഖുർആനിക ആയത്തുകളൊന്ന് അറിയാവുന്ന സാധ്യമാകുന്ന തജ്വീദോടെ ഒന്ന് ചൊല്ലി നോക്കൂ, വല്ലാത്തൊരനുഭൂതിയാ. നേരം വെളുക്കുമ്പം എഴുന്നേറ്റ് സുബ്ഹി നമസ്കരിച്ച് ഒരു പേജെങ്കിലും ഓതുമ്പോ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ കിട്ടുന്നൊരു അനുഭൂതിയുണ്ട്. അത് നമ്മളിൽ പലർക്കും കിട്ടുന്നില്ലേ? അതിനർത്ഥം ഖുർആന്റെ കുറവ് അള്ളാന്റെ ദീനിന്റെ പോരായ്മ എന്നല്ല, നമ്മളെ കുറവാ. നമ്മളതിന് ശ്രമിക്കാത്തതുകൊണ്ടാ. ദിക്റുകൾ ചൊല്ലുമ്പം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആളറിയാതെ സദഖ കൊടുക്കുമ്പോ ആത്മനിർവൃതിയുടെ ഒരു വിശ്വാസിക്കുണ്ടാകുന്ന അവന്റെ മനസ്സിന്റെ സൂക്ഷ്മതയും റബ്ബ് കൊടുക്കുന്ന വല്ലാത്തൊരു സമാധാനം. അതുകൊണ്ടാ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും രഹസ്യ കർമ്മങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വ്യാപൃതരാവണം. ആ രഹസ്യ കർമ്മങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുമ്പോ നമുക്കുണ്ടാകുന്ന ചില മാറ്റങ്ങളെക്കുറിച്ചും നബി തങ്ങൾ ബോധ്യപ്പെടുത്തി തന്നു. നിങ്ങൾ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചിട്ടാണോ അമലുകൾ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളെ നിഷ്കളങ്കരാക്കും. നിങ്ങൾ ഒരിക്കലും പ്രശസ്തി ആഗ്രഹിക്കുകയില്ല. ഞാൻ ചെയ്യുന്ന കാര്യം എന്റെ റബ്ബ് കണ്ടാൽ മതി, എനിക്കെന്റെ റബ്ബ് പ്രതിഫലം തന്നാൽ മതി എന്നൊരു വ്യക്തിയുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ ചെയ്യുന്ന ഏത് കാര്യത്തിലും ഒരു നിഷ്കളങ്കതയുണ്ടാകും. ആ നിഷ്കളങ്കതയാണ് അമലുകൾ റബ്ബിന്റെ അടുത്ത് സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗവും. മഹാനായ സുബൈർ ബിനുൽ അവാം മറ്റൊരു വാക്കുകൂടി പറഞ്ഞു, നിന്റെ രഹസ്യമായ തെറ്റുപോലെ ആരുടെയും നോട്ടമെത്താത്ത രഹസ്യമായ സൽക്കർമ്മങ്ങളും നിന്റെ ഭീതമായി പരലോകത്തേക്കുണ്ടാവണം. നിന്റെ ആളുകളുടെ നോട്ടമെത്താത്ത രഹസ്യമായ തെറ്റുകൾ പോലെ ആളുകളുടെ നോട്ടമെത്താത്ത രഹസ്യമായ നന്മകളും നിന്റെ വിഹിതമായി പരലോകത്തേക്കുണ്ടാവണം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നാളെ റബ്ബിന്റെ മുൻപിൽ നമ്മൾ ചെയ്ത അമലുകളൊക്കെ പടച്ചോൻ വിചാരണക്കെടുക്കുമ്പോ ഒരു ഭാഗത്ത് നമസ്കരിച്ചത്, നോമ്പ് നോറ്റത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഓതിയത്, ഹജ്ജ് ചെയ്തത്, ഉംറ ചെയ്തത്, ഇതൊക്കെ പടച്ചോൻ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കും. ശേഷം അവന്റെ രഹസ്യമായ തെറ്റുകൾ എണ്ണി നോക്കുമ്പോ അവൻ ചെയ്ത സൽക്കർമ്മങ്ങളെയെല്ലാം നശിപ്പിക്കുമാറ് ഒരുപാട് അബദ്ധങ്ങളും തെറ്റുകളും തോന്നിവാസങ്ങളും അവന്റെ ഏടുകൾ ഉണ്ടാകുമ്പോ പരലോകത്തവൻ ഏറെ അപമാനിക്കപ്പെടുന്നു. എങ്കിൽ അതേ സ്ഥാനത്ത് ആരുമറിയാതെ നമ്മൾ ചെയ്തിരുന്ന സൽക്കർമ്മങ്ങൾ അത് റബ്ബിന്റെ മുൻപിൽ നമ്മൾ ഏടുകളിൽ അള്ളാഹു മാത്രം അറിയുന്നതായിട്ട് പടച്ചോൻ എഴുതി വെക്കുമ്പോ അള്ളാഹുവിന്റെ കോടതിയിൽ റബ്ബേറെ ഇഷ്ടപ്പെടുന്നതും ആദരിക്കുന്നതും രഹസ്യമായി നന്മകൾ അധികരിപ്പിക്കുന്നവരെയാണെന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധ്യപ്പെടുത്തി തന്നു.
ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, എത്രത്തോളം തിന്മ നിങ്ങൾ മറച്ചുവെക്കുന്നുണ്ടോ അതുപോലെ നന്മകളും നിങ്ങൾ മറച്ചുവെക്കണം. ഏതുപോലെ? നിങ്ങൾക്ക് മാത്രമായിട്ട് അള്ളാഹനെ കാണിക്കാൻ. അതുകൊണ്ടായിരുന്നു ഒരിക്കൽ മദീന പള്ളിയിലിരിക്കുന്ന സ്വഹാബാക്കളോട് മറ്റൊരു വൃദ്ധനായ സ്വഹാബി പറഞ്ഞു, സ്വഹാബത്തെ, മക്കയുടെ അതിരിൽ ഒരു സാധു വൃദ്ധ ഒറ്റക്ക് താമസിക്കുന്നുണ്ട്. മലമൂത്ര വിസർജനമൊക്കെ കിടക്കുന്നിടത്ത് തന്നെയാ. ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റെങ്കിലും ഒന്ന് സഹായിക്കണം. പിറ്റേന്ന് നേരം വെളുത്ത് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് ആ വൃദ്ധയുടെ വീട്ടിലേക്കെത്തി. അത്ഭുതത്തോടെ കണ്ടു, കുളിച്ച് ഭംഗിയോടെ വസ്ത്രം ധരിച്ച ഉമ്മ ഇരിക്കുന്നു. ചോദിച്ചു, ഉമ്മ, ആരാണ് നിങ്ങൾ ഇങ്ങനെയാക്കിയത്? ഉമ്മ കൈമലർത്തിയിട്ട് പറഞ്ഞു, അറിയില്ല മോനെ. ആരോ ഒരാൾ വന്നു, എന്റെ വിസർജനങ്ങൾ വാരിക്കളഞ്ഞു, എന്നെ കുളിപ്പിച്ചു, വസ്ത്രം ധരിപ്പിച്ചു. അദ്ദേഹം ഇറങ്ങി ഓടുന്നതും കണ്ടു. പിറ്റേ ദിവസവും ഉമർ കാത്തിരുന്നു. അതേപോലെ മൂന്നാമത്തെ ദിവസം മദീന പള്ളിയുടെ പിൻഭാഗത്തുള്ള ഈത്തപ്പനയുടെ മറവിൽ ഉമർ ബിൻ ഖത്താബ് കാത്തിരുന്നു അതാരാണെന്നറിയാൻ. അത്ഭുതത്തോടെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടത് അന്ന് മക്കയും മദീനയും ഭരിക്കുന്ന ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിന്റെ പള്ളിയിലെ സുബ്ഹി ബാങ്കിന്റെ മുൻപ് ആ പള്ളിയിൽ നിന്നും ഇറങ്ങി ഓടുന്ന കാഴ്ച. ഓടിച്ചെന്ന വൃദ്ധയെടുത്ത് മാറ്റിക്കടത്തി കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച് തിരിച്ച ഉമ്മാനോട് സലാം പറഞ്ഞ് മദീനത്തെ പള്ളിയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുമ്പോഴേക്കും ആ പള്ളിയിലെത്തുന്ന സിദ്ദീഖുൽ അക്ബറിനെ കണ്ട് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് വാവിട്ട് കരഞ്ഞുന്ന ഇസ്ലാമിക ചരിത്രം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ റബ്ബ് കാത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള അമലുകളെയാ. ആളുകളുടെ പ്രശംസയെ ആഗ്രഹിക്കാത്ത, മറ്റുള്ളവന്റെ ഭംഗി വാക്കില്ലാത്ത, റബ്ബ് മാത്രം അറിയുന്ന രഹസ്യമായ നന്മകൾ. രണ്ടാമതായി, രഹസ്യമായ നന്മകൾ ചെയ്യുന്നവർക്ക് റബ്ബ് കൊടുക്കുന്ന രണ്ടാമത്തൊരു നിഅമത്ത്, പരീക്ഷണങ്ങളിൽ അവനതൊരു ഫലമായിരിക്കും. ജീവിതത്തിൽ ഏത് പരീക്ഷണം അവൻ നേരിടുന്നുണ്ടോ ആ പരീക്ഷണത്തിലൊക്കെ അവൻ ചെയ്ത നന്മകൾ അവനൊരു ഫലമായിരിക്കും. ഇതിന്റെ നേരെ മറുഭാഗവും നമ്മൾ ചിന്തിക്കണം. എത്രത്തോളം തിന്മ ചെയ്യുന്നോ, എത്രത്തോളം നമ്മൾ പാപങ്ങൾ ചെയ്യുന്നോ, പരീക്ഷണങ്ങൾ വരുമ്പോ മനസ്സിന്റെ ബലം വേഗം നഷ്ടപ്പെടുകയും ചെയ്യും. കാരണം ഉദാഹരണമായി എന്തൊക്കെയോ തെറ്റുകൾ നമ്മൾ ചെയ്തു, നമ്മളെ കച്ചവടം പൊളിഞ്ഞു, അല്ലെങ്കിൽ സുക്കേട് വന്നു, നമ്മുടെ മനസ്സെങ്ങനെയാ ചിന്തിക്കുക? ഇതതുകൊണ്ടായിരിക്കും, അങ്ങനെ ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കും, അങ്ങനെ ചെയ്തതുകൊണ്ടായിരിക്കും. അതോടെ അവന്റെ മനസ്സിന്റെ ബലം നഷ്ടപ്പെടും, അവൻ ആശങ്കപ്പെടും, ഓൻ മൊത്തത്തിൽ ഡള്ളാവും. അവന്റെ ശരീരത്തിലെ രോഗത്തിന് വേണ്ടി കൊടുക്കുന്ന അവന്റെ ആന്റിബയോട്ടിക്കുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചികിത്സകൾ പോലും ഫലിക്കാതെയാവും. അതുകൊണ്ടാ ഡോക്ടർമാരൊക്കെ ആദ്യം പറയും, മനസ്സിനൊരു ബലം ഉണ്ടാവണം, എങ്കിലേ ചികിത്സയൊക്കെ ഒന്ന് ഫലാവും. ആ ഫലം ഒരടിമക്ക് റബ്ബ് കൊടുക്കണമെങ്കിൽ അവന്റെ രഹസ്യമായ നന്മകൾ അവന് ബലം കൊടുക്കും. അതുകൊണ്ടാ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, രഹസ്യ പാപം നമ്മെ നാശത്തിലേക്ക് എത്തിക്കും. രഹസ്യ നന്മകൾ ആരാധനകളിലുണ്ട് എങ്കിൽ, നമ്മളെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉലയാതെ നിങ്ങളെ വേരുകളെ അത് ബലപ്പെടുത്തി തരും. അതുകൊണ്ടാണല്ലോ ഗുഹയിൽ അകപ്പെട്ടു പോയ 3 പേര് അന്ന് വരെ ഒരാളോടും പറയാത്ത നന്മ റബ്ബിനോട് പറഞ്ഞു, നാഥാ, ഞങ്ങൾ ഗുഹയിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്, ഈ മുൻഭാഗത്തുള്ള പാറയൊന്ന് നീങ്ങിക്കിട്ടിയാലേ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അതുകൊണ്ട് റബ്ബേ, ഞാൻ എന്റെ ഉമ്മാക്കും വാപ്പാക്കും ഭക്ഷണം കൊടുത്തിട്ടല്ലാതെ ഞാനും മക്കളും ഭക്ഷണം കഴിച്ചിട്ടില്ല. അത്ഭുതം എന്ന് പറയട്ടെ, പാറ നീങ്ങി നിൽക്കുന്നു. രണ്ടാമത്തെ വ്യക്തി പറഞ്ഞു, റബ്ബേ, വ്യഭിചരിക്കാനുള്ള എല്ലാ സാഹചര്യവും എനിക്കൊത്തു വന്നു. ആ പെണ്ണിന്റെ കാലിന്റെ ഇടയിലേക്ക് ഞാൻ ഇരിക്കാൻ ഒരുങ്ങുമ്പോ അവൾ എന്റെ കണ്ണിൽ നോക്കിയിട്ട് പറഞ്ഞു, ഇത്തക്കില്ല, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊള്ളുക. ഞാൻ മാറി റബ്ബേ, പിന്നെ ഒരിക്കൽ പോലും ഒരു പെണ്ണിന്റെ നേരെ ഞാൻ ആ ആഗ്രഹത്തോടെ ചെന്നിട്ടില്ല. പാറക്കല്ലുകൾ മാറി നിൽക്കുന്നു. മൂന്നാമത്തെ വ്യക്തി തൊഴിലാളിക്ക് കൊടുത്ത ഉപകാരത്തെപ്പറ്റി പറഞ്ഞപ്പോ പാറക്കല്ല് പൂർണ്ണമായും മാറുന്നു. ഏത് പരീക്ഷണത്തിലും ഒരു വിശ്വാസിക്ക് ബലം നൽകുന്നത് അവന്റെ ഉള്ളറകളിൽ റബ്ബിനെ മാത്രം കാണിക്കാൻ അവൻ കൊണ്ടു നടക്കുന്ന നന്മകളാ. അതെത്രത്തോളം നമ്മളെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയിലുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഈ പ്രകടനപരതയിൽ ചെയ്യുന്ന പല ഇബാദത്തുകളും കേവലം യാന്ത്രികം മാത്ര. വെള്ളിയാഴ്ച ആയതുകൊണ്ട്, 12-20 ആയതുകൊണ്ട്, പള്ളിക്ക് പോകാനുള്ളതുകൊണ്ട്, എന്തായാലും പോകാൻ നിർബന്ധമായതുകൊണ്ട് എന്നൊരു മനസ്സേ വരുന്നുള്ളൂ പല ഇബാദത്തുകളിലും, പല കർമ്മങ്ങളിലും. എന്തുകൊണ്ടാ റമളാനിന് ശേഷം ഒരു സുന്നത്ത് നോമ്പ് പലരും നോൽക്കാത്ത? എത്ര സുന്നത്ത് നോമ്പുകൾ തിങ്കളും വ്യാഴവും വന്നു. എന്തേ ഇവരൊക്കെ തന്നെ റമളാനിൽ നോൽക്കാനുള്ള കാരണം? റമളാനിൽ പിന്നെ നോറ്റിട്ടില്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കും,
നോമ്പോൽക്കാതെ എങ്ങനെയപ്പ റമദാൻ മാസത്തിൽ എന്താ തിന്നാൻ കിട്ടുക എന്നുള്ളതൊരു കേവലം അഭിനയം മാത്ര. ഈ പ്രകടനപരതയിൽ നമ്മൾ ചെയ്യുന്ന പലതും നമുക്ക് ഉപകാരത്തിൽ അള്ളാന്റെ മുൻപിൽ കാണാൻ പോലും പറ്റുന്ന രീതിയിൽ ആത്മാർത്ഥല്ലാതെയോടെയാ. എങ്കിൽ രഹസ്യമായി അവൻ ചെയ്യുന്ന പലതും റബ്ബിന്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും. മൂന്നാമതായി നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും രഹസ്യമായ നന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ലോകമാന്യതയിൽ നിന്ന് അതവനെ അകറ്റുന്നതായിരിക്കും. ലോകമാന്യതയിൽ നിന്ന് അവനെ അത് അകറ്റി നിർത്തുന്നതായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ കർമ്മങ്ങളും ഒരു സ്വയം പൊങ്ങലിനാ. നമ്മളൊക്കെ പറയുന്നത് പോലെ നാലാൾ അറിയണം, നാലാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതെങ്ങനെങ്കിലും നമ്മൾ അറിയിക്കും. ആ മനസ്സോടെയാ പലരും പല കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാന്റെ മുതലെടുത്ത് ചെയ്യുന്നവരാണെങ്കിലും ശരി, അവനാന്റെ മുതലെടുത്ത് ചെയ്യുന്നവരാണെങ്കിലും ശരി, നാലാളെ അറിയിക്കണം, അത് വേറെ ചില വകുപ്പിലൂടെയൊക്കെ എനിക്ക് കിട്ടണം എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്നുണ്ട് എങ്കിൽ അതെത്ര നിങ്ങൾ ചെയ്താലും ശരി, രഹസ്യമായാലും പരസ്യമായാലും ശരി, ഒരിക്കലും നിങ്ങൾക്കതിന്റെ ഗുണം ദുനിയാവിലും ആഖിറത്തിലും കണ്ടെത്താൻ സാധിക്കുകയില്ല. മറിച്ച് ആ ലോകമാന്യതയിൽ നിന്ന് വെടിഞ്ഞ് അള്ളാഹുവിന്റെ അരികിലേക്ക് എനിക്ക് മതി എന്ന് ചിന്തിക്കുന്നുണ്ടോ എങ്കിൽ ഏത് അമലുകളും നിങ്ങൾക്ക് ലോകമാന്യതയില്ലാതെ ചെയ്യാൻ സാധിക്കും. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി, പ്രവാചകന്റെ പ്രിയപ്പെട്ട അലിയുടെ പേരക്കുട്ടി സൈനുൽ ആബിദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി സഹാബാക്കളും താബീങ്ങളും കൂടിയും മയ്യത്ത് കുളിപ്പിച്ച് പുറത്തേക്ക് വരുമ്പോ പല സഹാബത്തിന്റെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. സഹാബാക്കൾ ചോദിച്ചു, എന്തേ? അവര് തിരിച്ചു പറഞ്ഞു, സൈനുൽ ആബിദിന്റെ 2 തോളത്തും തയമ്പ് കെട്ടിയിട്ടുണ്ട്, അതിനു മാത്രം അദ്ദേഹം എന്തോ കൂലിപ്പണി ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അതോടൊപ്പം തന്നെ അന്ന് ആ മദീനയിലും മക്കയിലുമായി 100 കണക്കിന് അറിയാത്ത ആളുകളെയും മയ്യത്ത് നിസ്കാരത്തിന് കണ്ടു. അത്ഭുതത്തോട് നാട്ടുകാർ ചോദിച്ചു, നിങ്ങളാരാ? കണ്ണീരോടെ വന്നവര് തിരിച്ചു പറഞ്ഞത് സൈനുൽ ആബിദ് ആയിരുന്നു ഞങ്ങൾക്ക് പല രാത്രിയിലും ഭക്ഷണം എത്തിച്ചു തന്നത്. തോളത്ത് ഗോതമ്പ് ചാക്കെടുത്ത് ഞങ്ങളെ വീട്ടിന്റെ ഉമ്മറത്ത് വെച്ച് ഞങ്ങളോടൊരു പുഞ്ചിരിയും സലാമും പറഞ്ഞ് ഞാനും നിങ്ങളും റബ്ബുമല്ലാതെ ഒരാളും അറിയരുതേ എന്ന് വാക്കുവാങ്ങി തിരിച്ചു പോകുന്ന സൈനുൽ ആബിദിനെയെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ആ തോളത്ത് തയമ്പുണ്ടെങ്കിൽ അത് ഞങ്ങളെ ഭക്ഷണച്ചാക്ക് ചുമന്നതിന്റെ പേരിലാ. അതോടൊപ്പം തന്നെ ഞങ്ങളെ സഹായിക്കാനും അദ്ദേഹം മെനക്കെട്ടിട്ടുണ്ട്. കൃഷിക്കാരായ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ പലതും അദ്ദേഹം തോളത്തെടുത്ത് എത്തിച്ചു തന്നിട്ടുണ്ട്. കേട്ട സഹാബാക്കൾ കണ്ണുനീരോടെ സങ്കടം കൊണ്ട് കരയുമ്പോ ഒന്നോർത്തു നോക്കൂ മനുഷ്യരെ, നാളെ അർശിന്റെ തണല് പോലും പടച്ചോൻ കൊടുക്കാന്ന് പറഞ്ഞ ആളുകളിൽ 2 പേരാരാ? ഒന്ന്, വലതു കൈ കൊടുക്കുന്നത് ഇടതു കൈ അറിയാത്ത ആളുകൾ. 2, അള്ളാഹുവിന്റെ അർശിന്റെ തണല് ഏകാന്തതയിൽ ആരുമില്ലാത്ത സമയത്ത് റബ്ബിനെ ഓർത്ത് കരയുന്നവർ. നമ്മൾ എപ്പോഴാ റബ്ബിനെ ഓർത്ത് കരയാറുള്ളത്? നമുക്ക് എന്തെങ്കിലും ബേജാറ് വരുമ്പോ, എന്തെങ്കിലും പരീക്ഷണം വരുമ്പോ, അല്ലെങ്കിൽ ഉറക്കം വരാതാകുമ്പോ, എന്തെങ്കിലും കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിൽ അപ്പോഴാ നമ്മൾ പലരും പടച്ചോനോർക്കുക. എങ്കിലും ആലോചിച്ചു നോക്കൂ, ഇക്കഴിഞ്ഞ 20 ദിവസമോ 1 മാസത്തിന്റെ ഇടക്കോ ഒരു ഗുളിക പോലും കുടിക്കാതെ പടച്ചോൻ എനിക്ക് ഉറങ്ങാനുള്ള കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഗുളിക പോലും കുടിക്കാതെ നിന്റെ ഉള്ളിലുള്ള ഭക്ഷണം പടച്ചോൻ ദഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഗുളിക പോലും കുടിക്കാതെ നിന്റെ കണ്ണുകൾ പടച്ചോൻ നിയന്ത്രിച്ച് നിർത്തി തന്നിട്ടുണ്ടെങ്കിൽ, ഒരു പ്രയാസവും വരുത്താതെ ഒരേലുണ്ടാതെ എന്റെ മുട്ടുകൾ ചലിപ്പിക്കാൻ പടച്ചോൻ എനിക്ക് അവസരം തന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു രാത്രി, മാസത്തിൽ ഏതെങ്കിലും ഒരു രാത്രി എനക്കൊന്ന് പടച്ചോനെ ഓർത്ത് കരഞ്ഞൂടെ? അള്ള തരുന്ന നിയമത്തുകളെ ആലോചിച്ചിട്ട്, പടച്ചോൻ തരുന്ന റഹ്മത്തിനെ ആലോചിച്ചിട്ട് ആ ചിന്തയോടെ നീ കരയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുകയും നിന്റെ അമലുകൾ ലോകമാന്യതയിൽ നിന്ന് റബ്ബ് കാത്തുരക്ഷിക്കുകയും ചെയ്യും. 4ാമതായി, രഹസ്യമായി നിങ്ങൾ നന്മകൾ ചെയ്യുന്നുണ്ടോ? ഹൃദയം ശുദ്ധീകരിക്കപ്പെടും, നിങ്ങളുടെ ഹൃദയത്തെ ഭംഗിയാക്കപ്പെടും. ഹൃദയത്തിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, അഥവാ കുശുമ്പോ അസൂയയോ വെറുപ്പോ മറ്റൊരുത്തനോടുള്ള പകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എന്റെ ഹൃദയത്തിനുണ്ടെങ്കിൽ ആ ഹൃദയത്തെ റബ്ബ് സുഖപ്പെടുത്തി കളയും. നമ്മൾ ചിന്തിക്കേണ്ടതും അങ്ങനെയാ. നാളെ മരിച്ചു എന്ന് കേട്ടാൽ അൻസാറിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നമ്മളിൽ പലരും ഉണ്ടായേക്കാം. എന്റെ കുടുംബക്കാരുണ്ടാകും, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സ്നേഹിക്കുന്ന അടുത്ത ബന്ധുക്കൾ ഉണ്ടാകും. നമ്മൾ ആര് മരിച്ചാലും മയ്യത്തവർ ഭംഗിയായി കുളിപ്പിച്ചു തരും. ഒഴിക്കുന്ന വെള്ളം തൊലിപ്പുറത്ത, കഴുകുന്ന വെള്ളം തൊലിപ്പുറത്ത, അവസാനം ഒഴിക്കുന്ന കർപ്പൂരത്തിന്റെ അല്പസുഗന്ധമുള്ള വെള്ളം പോലും ഈ തൊലിപ്പുറത്ത് മാത്രമാ. ഈ നെഞ്ചും കൂടിനുള്ളിൽ കൽബെന്നൊരു വസ്തുവുണ്ട്.
ആ ഹൃദയം നല്ലതായിട്ടില്ലെങ്കിൽ, അത് കഴുകിയിട്ടില്ലെങ്കിൽ, അത് കഴുകാൻ ഒരാൾക്ക് പറ്റില്ലെങ്കിൽ, മനുഷ്യരെ ആ കൽബ് പടച്ചോൻ കഴുകിത്തരുന്നത് നിങ്ങൾ ചെയ്യുന്ന രഹസ്യമായ നന്മകളിലൂടെയായിരിക്കും. അൻതഅബുദല്ലാഹ, നീ റബ്ബിനെ ആരാധിക്കേണ്ടത് കഅന്നക തറാഹു, അവൻ തീർച്ചയായും നീ അവനെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ നിന്റെ മനസ്സിനെ അത് ബോധ്യപ്പെടുത്തണം. ആര് കണ്ടിട്ടില്ലെങ്കിലും, ആരറിഞ്ഞിട്ടില്ലെങ്കിലും റബ്ബിനെ കാണുന്നുണ്ട്. ഫഇല്ലം തകുൻ തറാഹു, നീ പടച്ചോനെ കണ്ടിട്ടില്ലെങ്കിലും ശരി, ഫഇന്നഹു യറാക, അവൻ നിന്നെ കാണുന്നുണ്ട്. 800 കോടി മനുഷ്യരെയും അള്ളാന്റെ അക്കൗണ്ടിലുണ്ട്. കഴിഞ്ഞു പോയ കോടാനുകോടി മനുഷ്യരും അള്ളാന്റെ അക്കൗണ്ടിലുണ്ട്. കാരണം ഒരു വാപ്പയും ഉമ്മയും രാത്രി ഒരുമിച്ച് കടന്നപ്പോ പൊട്ടിപ്പുറപ്പെട്ടതല്ല ഞാനും നിങ്ങളും ഒന്നും. അങ്ങനെയായിരുന്നെങ്കിൽ ഇതേ സൈസിൽ, ഇതേ കോലത്തിൽ, ഇതേ ബ്ലഡിൽ, ഇതേ അവയവത്തിൽ എനിക്ക് വേറെ താഴെ ഉണ്ടാകുകയായിരുന്നു. പക്ഷെ എനിക്ക് മുൻപ് പെണ്ണ, എനിക്ക് താഴെ ആണ. അല്ലെങ്കിൽ അങ്ങനെ വ്യത്യാസമുണ്ടെങ്കിൽ, സ്വഭാവത്തിലും സംസ്കാരത്തിലും പെരുമാറ്റത്തിലും വ്യത്യാസമുണ്ടെങ്കിൽ, ഐഫോണിന്റെ 18 എഡിഷനും 18 രീതിയിൽ ആളുകൾ അതിന്റെ വെറൈറ്റി പറയുന്നുണ്ടെങ്കിൽ, 800 കോടിയിലധികം, 1000 ലക്ഷം കോടിയിലധികം ഈ മനുഷ്യരാശിയെ പടച്ചോൻ പറയുന്നു വമല്ലാഹു ബിഗാഫിലിൻ. അത് ഇന്ത്യയിലുള്ളതാണെങ്കിലും ശരി, അങ്ങ് യൂറോപ്പിലുള്ളതാണെങ്കിലും ശരി, അങ്ങ് ആമസോൺ കാടുകളിലുള്ളതാണെങ്കിലും ശരി, അള്ളാന്റെ അക്കൗണ്ടിൽ പെടാത്തതൊന്നും ഈ ലോകത്തേക്ക് പടച്ചുവിടപ്പെട്ടിട്ടില്ലെങ്കിൽ, എന്നെ അറിയുന്ന റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ നീ പടച്ചോനെ സ്നേഹിച്ചു തുടങ്ങിയാൽ എന്റെ കൽബള്ള കൈകിത്തരും, ആ കൽബള്ള സുഖപ്പെടുത്തിത്തരും. ഇതൊന്നും ചിന്തിക്കാതെ പകല് ചെയ്യുന്ന കുറെ നല്ലതുമായിട്ട് മാത്രം എനിക്ക് അള്ളാന്റെ അടുത്തേക്ക് പോകാനുള്ളതെങ്കിൽ, നീ ചെയ്ത ഇരുട്ടിന്റെ രഹസ്യത്തിന്റെ മറവിൽ ചെയ്ത പലതും നിന്റെ നന്മകൾ ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ടാകും. ആരുമറിയാതെ തിരിച്ചു ചെല്ലുമ്പോ നിന്റെ കൽബിനുള്ളിൽ ആർക്കും അറിയാത്ത റബ്ബിന് മാത്രം അറിയുന്ന കുറച്ച് നല്ലതുണ്ടെങ്കിൽ, നന്മകളുണ്ടെങ്കിൽ, അത് നിന്നെ ഉന്നതനാക്കും, അള്ളാന്റെ മുൻപിൽ ഏറെ ആദരിക്കും. അള്ളാഹുവിന്റെ കോടതിയിൽ പടച്ച നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട് അള്ളാന്റെ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അതാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രഹസ്യമായ നല്ലതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം. ആരും നമ്മളെ കൂടെ കൂടിക്കൊള്ളണമെന്നില്ല. പെണ്ണുങ്ങളെ വിളിച്ചാൽ എഴുന്നേറ്റുകൊള്ളണമെന്നില്ല. മക്കളെ വിളിച്ചാൽ നമ്മളെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്റെ കബറിൽ ഞാൻ ഒറ്റക്കാണ് എന്ന് നാവുകൊണ്ട് പറയുന്നതോടൊപ്പം ആ ഒറ്റക്ക് കിടക്കുന്ന കബറിൽ എനിക്ക് മാത്രം ഉപകാരപ്പെടുന്നത് എന്തെങ്കിലും ഉണ്ടാവണം എന്നും കൂടി ചിന്തിക്കുമ്പോഴേ ആ കബറെന്ന ലോകത്ത് നമുക്ക് സമാധാനത്തോടെ അള്ളാഹുവിന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലാൻ പറ്റൂ. ആ ചിന്തയോടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന, രഹസ്യ നന്മകൾക്ക് വേണ്ടി സമയവും ആരോഗ്യവും കണ്ടെത്തുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മളെ രാജ്യം ഒരു വലിയ സമരമുഖത്ത് പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. ആ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രയാസത്തിന്റെ മുൻപിൽ ആ അനീതിക്കെതിരെ ശബ്ദിക്കുന്നവരും ആ നീതിയില്ലായ്മക്കെതിരെ പോരാടുന്നവരെയും രാജ്യദ്രോഹികളാക്കാൻ ചില ആളുകൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ ഖേദകരവുമാണ്. ഈ രാജ്യത്ത് നമ്മൾ ജനിച്ചുപോയതും ഈ രാജ്യത്തിന്റെ നിയമത്തിനനുസരിച്ചൊരു പരീക്ഷയ്ക്ക് തയ്യാറായതും ഈ രാജ്യത്തുള്ള പരീക്ഷകളിൽ പങ്കെടുക്കുന്നതുമാണ് തെറ്റ് ഇന്ന് ചിന്തിച്ചു പോയേക്കാവുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ആക്ഷേപിക്കപ്പെട്ടേക്കാവുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലൂടെയാണ് ഇന്ന് നമ്മളെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഗാലറിയിലിരുന്ന് കളി കാണുന്ന ആളുകൾക്ക് അത് കേവലം ഒരു സമരം മാത്രമായിരിക്കും. അങ്ങനെ പരിഹസിക്കുന്ന ആളുകൾക്ക് അതിന്റെ പിന്നിലുള്ള വേദനയെക്കുറിച്ചോ ഇന്നത്തെ തലമുറ അനുഭവിക്കുന്ന മെന്റൽ ഡിപ്രഷൻ ചിന്താഗതികളെക്കുറിച്ചോ വിദ്യാഭ്യാസത്തിൽ അവരെടുക്കുന്ന എഫേർട്ടുകളെക്കുറിച്ചോ അറിവില്ലാത്തവരാണ് പരിഹാസത്തോടെയും രാജ്യദ്രോഹത്തിന്റെ പതക്കം കാണിച്ചും കുറ്റപ്പെടുത്തിയും മീഡിയകളിലായിട്ടും വാക്കുകളിലൂടെയായിട്ടും
ഇന്ത്യ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ആ വാക്കുകൾ പരിഹാസമായി പോകാനുള്ള കാരണം. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ. എന്റെ അനുഭവത്തിൽ ഇക്കഴിഞ്ഞ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കുടുംബത്തിലെ 2 മക്കളുണ്ടായിരുന്നു. എല്ലാം മാറ്റിവെച്ച് പ്രാർത്ഥനയോടെ പഠിക്കുകയും അങ്ങേയറ്റം എഫർട്ട് എടുത്ത് പഠിക്കുകയും പരീക്ഷ എഴുതി തിരിച്ചു വന്നപ്പം ആ മക്കളുടെ മുഖത്തുണ്ടായിരുന്ന ആനന്ദത്തിനും സമാധാനത്തിനും അതിരില്ലായിരുന്നു. ആദ്യത്തെ 500-ന്റെയോ 1000-ന്റെയോ ഉള്ളിൽ കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി ആ മക്കൾക്ക് വേണ്ടി വിദേശത്തുള്ള ജോലി പോലും അല്പകാലത്തേക്ക് വേണ്ടെന്ന് വെച്ച് നാട്ടിലെത്തിയ ഒരു പിതാവ് അവസാനം ആ എക്സാം അതല്ലെങ്കിൽ ആ മത്സരം ഉപേക്ഷിച്ചു എന്ന് കേൾക്കുന്നതോടുകൂടി മാനസികമായി തകരുകയും പിന്നീടുള്ള അതിനുശേഷം നടന്ന പരീക്ഷയിൽ ലക്ഷ്യസ്ഥാനത്തിന്റെ പകുതിയിലേക്ക് പോലും എത്താൻ പറ്റാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വന്തം കുടുംബത്തിൽ പരീക്ഷ എഴുതുന്ന മക്കളും അതിനവരെടുക്കുന്ന എഫേർട്ടും ത്യാഗവും അവർക്കതിനു വേണ്ടി ഒരുങ്ങുന്ന രക്ഷിതാക്കളുടെ മാനസിക സംഘർഷങ്ങളും അറിയാത്ത കേവലം വിഡ്ഢികൾ മാത്രമേ അതിനെ പരിഹസിക്കാറുള്ളൂ, കുറ്റപ്പെടുത്താറുള്ളൂ. ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ നമ്മുടെ രാജ്യം മുൻപോട്ട് പോകുമ്പോൾ ജയവും തോൽവിയുമല്ല ഇവിടെ പ്രശ്നം. ഇന്ത്യൻ ഭരണകൂടത്തെ തോൽപ്പിക്കുക, ജയിപ്പിക്കുക എന്നതല്ല ഇതിന്റെ പിന്നിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും നല്ല വസ്തുത. മറിച്ച് ഒരു നാടിന്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ, ഈ നിയമത്തിന്റെ ബലഹീനതയെ വിശ്വാസത്തിലെടുക്കാത്തൊരു തലമുറയെയാണ് കടന്നു വരുന്നതെങ്കിൽ, ഈ നിയമത്തോട് പുച്ഛവും ആദരവും നഷ്ടപ്പെടുന്നൊരു വലിയ തലമുറയാണ് ഇവിടെ പേർന്നു വരുന്നതെങ്കിൽ, ആ തലമുറകളുടെ അമർഷവും അവരുടെ അരക്ഷിതാവസ്ഥയും ഭീകരമായൊരു അന്തരീക്ഷത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടെത്തിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ലോക ചരിത്രത്തിൽ ഏത് രാജ്യത്തിന്റെ തകർച്ചയും നിങ്ങൾ എടുത്തു നോക്കൂ. അവിടുത്തെ യൗവനങ്ങളുടെ അരക്ഷിതാവസ്ഥകളും നിയമത്തോടുള്ള അവരുടെ പുച്ഛവുമായിരുന്നു ഏത് രാജ്യത്തെയും തകർത്തിരുന്നത്. ഇന്ന് നമ്മൾ വിളിച്ചെടുക്കുന്ന പല മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് പിന്നിൽ പോലും ആ രാഷ്ട്രത്തിന്റെ തകർച്ചയ്ക്ക് കാരണം അവിടെയുള്ള നിയമവ്യവസ്ഥയോടുള്ള ബലഹീനതയും ആ നിയമത്തോടുള്ള പുച്ഛവുമായിരുന്നു. യുവാക്കൾക്കിടയിൽ, അവകാശത്തിന് വേണ്ടി പണിയെടുക്കുന്ന യുവാക്കൾക്കിടയിൽ ആ അവകാശങ്ങൾ തടയപ്പെട്ടപ്പോഴാണ് രാജ്യങ്ങൾ നശിച്ചത് എന്ന് ഇസ്ലാമിക ലോകത്തെന്നല്ല ലോക ചരിത്രം പരിശോധിച്ചു നോക്കുന്ന ഏതൊരാൾക്കും തിരിച്ചറിയാൻ സാധിക്കും. ആ അവകാശ പോരാട്ടത്തെയാണ് പലരും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിയല്ല എന്ന് തുറന്നു പറയുന്നിടത്ത് പലർക്കും നാവുകൾ പൊന്താതെ ഇരുന്നേക്കാം. പക്ഷേ ഈ രാജ്യത്തെയും രാജ്യത്തിന്റെ ഭരണകൂടത്തെയും സ്നേഹിക്കുന്നവരും ഇന്നും ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ ആദരിക്കുകയും ചെയ്യുന്ന നമുക്ക് തുറന്നു പറയാൻ പറ്റും, ഇത് ശരിയല്ല, ഇത് അനീതിയാണ്. കാരണം ഇത്തരത്തിലുള്ള ചോർത്തലും പ്രകടിപ്പിക്കലും പകർത്തലുമൊക്കെ തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആരാണോ അതിന് ഉത്തരവാദികൾ അവർ ശിക്ഷിക്കപ്പെട്ടേ മതിയാകൂ. അവർക്കതിന്റേതായ പരിണിതഫലം അനുഭവിച്ചേ മതിയാകൂ. ആ ഐക്യദാർഢ്യം കേവലം വാക്കുകളിലൂടെ, ഏതെങ്കിലും പോസ്റ്റുകളിലൂടെ, ഏതെങ്കിലും രസം പിടിപ്പിച്ച വീഡിയോ കണ്ടതുകൊണ്ടല്ല. ഹൃദയം തുറന്ന് നമ്മൾ വിശ്വസിക്കുന്ന റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. മഹാനായ സയ്യിദുന അള്ളാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതുപോലെ അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ, കൊലപാതകത്തെക്കാൾ കഠിനമാണ് ഫിത്നയുണ്ടാക്കുക എന്നുള്ളത്, കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഏതൊക്കെയോ അജണ്ടകൾ പിന്നിൽ വെച്ച് പലരും മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോ വലാ യജ്രിമന്നക്കും ശൻആനു ഖൗമിൻ അലാ അൻ ലം തഅദിലു, ഈ ഒരു പരീക്ഷയിലും അവകാശ പോരാട്ടത്തിനും മുസ്ലിമീങ്ങൾ മാത്രമല്ല മുൻപിലുള്ളത്. ആര് രാഷ്ട്രീയവൽക്കരിച്ചാലും വർഗീയവൽക്കരിച്ചാലും പരീക്ഷ എഴുതുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളിൽ ഹൈന്ദവനുണ്ട്, ക്രൈസ്തവനുണ്ട്, മുസൽമാനുണ്ട്, സിഖുണ്ട്, പാർസിയുണ്ട്, ജൈനനുണ്ട്, ബുദ്ധനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റണം, ഇത് അനീതിയ, അത് ചെയ്യരുത്. അതിന് കാരണക്കാരായ അവരെ ശിക്ഷിക്കപ്പെടുകയും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയം തൊട്ട പ്രാർത്ഥനയിലൂടെയായിരിക്കണം. ആ ചിന്തയിൽ ഇന്ന് നടക്കുന്ന ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്കെതിരെ മനസ്സുകൊണ്ടെങ്കിലും ഇത് ശരിയല്ലെന്ന് പറയാനും അതിന്റെ ദുരവസ്ഥ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും നമുക്ക് പറ്റുമെങ്കിൽ ഒരു വാക്കുകളിലൂടെയെങ്കിലും നമ്മൾക്കവർക്ക് ആശ്വാസമാകണം. നമ്മൾ കാണുന്ന ഒരു ന്യൂജനല്ല നമ്മളെ മുൻപിലുള്ളത്, അവരൊരുപാട് സ്വപ്നം കാണുന്നവരാ. നമ്മൾ പഠിച്ച തറയും പറയുമല്ല അവരെ കൺമുൻപിൽ തുറക്കപ്പെട്ടിരിക്കുന്നത്. ഐടെക് രീതികളിൽ, IT യുഗങ്ങളിൽ, AI സംവിധാനങ്ങളിൽ അവർ അപ്ഡേറ്റഡ് ആക്കപ്പെടുമ്പോ പണ്ടുകാലത്ത് പഠിച്ച വിദ്യാഭ്യാസം വെച്ച് ഇന്നത്തെ തലമുറയെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല. കാരണം എല്ലാ നാട്ടിലും
ഏതെങ്കിലും പെറുക്കിയെടുത്ത് വിൽക്കുന്നവരും കടയിൽ നിൽക്കുന്നവരും ഏതെങ്കിലും വളപ്പൊട്ടുകൾ വാങ്ങിക്കൊടുക്കുന്നവരും ഫാൻസികളിലും ടെക്സ്റ്റൈൽസുകളിലും മാത്രം നിൽക്കുന്നവർ പോരാ, ബഹിരാകാശത്തേക്ക് പോകുന്നവർ വേണം. അതിനേക്കാളേറെ നിയമസാധുതകളുടെ നന്മകൾ പഠിക്കുന്നവരാകണം. രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ നന്മയിൽ നയിക്കുന്നവരാകണം. അതിനേക്കാളേറെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, മതിൽക്കെട്ടുകളല്ലാത്ത പുരോഗതിക്ക് വേണ്ടി, മറച്ചു പിടിക്കുന്ന ചുമരുകൾക്കല്ലാത്ത പുരോഗതിക്ക് വേണ്ടി പണിയെടുക്കുന്ന തലമുറകൾക്ക് വേണ്ടി, അവരെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ഒരുങ്ങിക്കൊടുക്കുകയും ചെയ്യണം. നമ്മൾ ജീവിച്ച മാതിരി കഞ്ഞും പയറും കുടിച്ച് പണ്ടുകാലത്തെ ജീവിതം നയിക്കട്ടെ എന്ന് ചിന്തിക്കാതെ വാക്കുകളെ കൊണ്ട് ഈ തലമുറയെ സ്നേഹിക്കാനും അവർക്ക് നന്മകൾക്ക് വേണ്ടി ഒരുങ്ങാനും നമ്മൾക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ഈ നാടിനെയും നമ്മളെ രാജ്യത്തെയും സ്നേഹിക്കുന്നവരാകുന്നത്. അതാണ് രാജ്യസ്നേഹം, അതാണ് സമൂഹ സ്നേഹം, അതാണ് തലമുറയോട് നമ്മൾ കാണിക്കേണ്ട ഏറ്റവും വലിയ ആദരവും. അങ്ങനെ ചിന്തിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമകളാവാൻ ഇതിന് കാരണക്കാരായ ആളുകളിൽ നിന്ന് അതിന്റേതായ നിയമത്തിനനുസരിച്ച് അവരുടെ ജീവിതത്തെ ബാക്കിയാക്കാനും ശിക്ഷയിലേക്ക് എത്തിക്കാനും അത്തരത്തിലുള്ള നന്മകൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ആളുകൾക്ക് സമാധാനവും ശാന്തിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ. എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ നാഥ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബേ. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ നാഥ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് റബ്ബേ. എല്ലാ പ്രയാസങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. അള്ളാഹുവെ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചോദിച്ചവരുണ്ട്. അസുഖം ബാധിച്ച് വെന്റിലേറ്ററിലടക്കം കിടക്കുന്ന ആളുകൾ, എന്താണോ റബ്ബെ ഏറ്റവും ഹൈറായത്, ആ കുടുംബത്തിന് ക്ഷമയോടെ നേരിടാൻ പറ്റുന്നത്, ആ ഹൈറിലേക്ക് നീ ഓരോരുത്തർക്ക് സമാധാനം നൽകുകയും നേരിട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്ന്, അസുഖങ്ങളിൽ നിന്ന് ക്ഷമയോടെ മുന്നോട്ടു പോകാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ നാഥാ. ഞങ്ങളെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുകയും അവരെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ആദരിക്കപ്പെടുന്ന കുടുംബമാകാൻ, രക്ഷിതാക്കളാവാൻ, അവർക്ക് നല്ലൊരു മഈശത്ത് ഉപജീവനമുണ്ടാകാൻ അവരോടും ഞങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. കടബാധ്യതയിലും ഹറാമായ ലോണ് പോലെയുള്ള വിഷയത്തിലും പെട്ടുപോയവരുണ്ട് നാഥ. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഹലാലായ സമ്പാദ്യത്തോടെ ജീവിച്ചു മരിക്കാൻ നീ തൗഫീക്ക് നൽകണമേ നാഥ. നന്മക്ക് വേണ്ടി പണിയെടുക്കുന്നവർ, നീതിക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നവർ രാജ്യങ്ങളിൽ, ഇതര മുസ്ലിം രാഷ്ട്രങ്ങളിൽ, ഞങ്ങളുടെ രാജ്യങ്ങളിൽ നീതിയോടൊപ്പം നീ നിൽക്കുകയും ആ നീതിക്ക് എല്ലാവിധ സഹായങ്ങളും റബ്ബേ നിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യണമേ. പ്രവാസ ലോകം ഏറെ ആശങ്കയിലേക്ക് വീണ്ടും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധക്കെടുതിയിൽ നിന്ന് ആ രാജ്യങ്ങളെ നീ കാത്തുരക്ഷിക്കുകയും ശത്രുക്കളുടെ തന്ത്രത്തിൽ നിന്ന് ഞങ്ങളെ പ്രവാസി സഹോദരങ്ങളുടെയും അവരുടേതായ കച്ചവട സാമ്പത്തിക രംഗത്തെയും നീ കാത്തുരക്ഷിച്ച് സമാധാനത്തിലേക്ക് എത്തിക്കണമേ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം.